ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീട്ടിലുള്ള പഴയ തുണികളും പിന്നെ അമ്മ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി തുണികളെല്ലാം എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴാണ് അപ്പോൾ ഇന്നൊരു അടിപൊളി സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മളിന്നൊരു ഫ്ലോർ സോഫ അല്ലെങ്കിൽ കുഷ്യനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ തപ്പി പിടിച്ചത് വലിയൊരു തുണി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അമ്മ ഒരു പാത്രത്തിൻ്റെ വലിയ മൂടി എടുത്ത് അത് റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്യാൻ പോവാം. റൗണ്ട് ഷേപ്പിലുള്ള 4 പീസ് തുണി കട്ട് ചെയ്യണം. അത് 2 എണ്ണം മുകളിലും 2 എണ്ണം താഴെയും വെക്കാനാണ്. കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണം വെക്കുന്നത്. ഇനി ഈ റൗണ്ട് എത്ര ലെങ്ത് വരും നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു ടാപ്പിൻ്റെ അളവ് തന്നെ വരുന്നുണ്ട്. ഇനി നമ്മളൊരു നീളത്തിലുള്ള തുണി എടുത്തിട്ട് നേരത്തെ നമ്മൾ റൗണ്ടിൻ്റെ അളവ് എടുത്തിട്ടില്ലേ, അപ്പോൾ ആ അളവിൽ നമ്മൾ ആ തുണി കട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ തുണി ആ റൗണ്ടിന് ചുറ്റും സ്റ്റിച്ച് ചെയ്യണം. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഹൈറ്റ് നമുക്കിഷ്ടമുള്ള ഹൈറ്റിൽ കട്ട് ചെയ്യാം. നമ്മളിവിടെ 15 എടുത്തിട്ടുള്ളത് ഹൈറ്റ്. റൗണ്ട് ഷേപ്പിലുള്ള 2 തുണി മുകളിലും താഴെയും വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മുകളിൽ വെക്കേണ്ട താഴെ വെക്കേണ്ട 2 തുണി നമ്മൾ അറ്റാച്ച് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നേരത്തെ ആ റൗണ്ടിൻ്റെ അളവിന് കണക്കായിട്ട് നീളത്തിൽ അതിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് മുറിച്ചൊരു തുണിയില്ലേ, ആ തുണി നമ്മൾ ഈ റൗണ്ടിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കണം. റൗണ്ടിന് ചുറ്റും തുണി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവുക. ബാക്കിയുള്ള 2 റൗണ്ടിൽ കട്ട് ചെയ്ത തുണി ഇതിൻ്റെ മറ്റേ വശത്ത് സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ റൗണ്ട് തുണി സ്റ്റിച്ച് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ്റെ അനിയന്മാരെ മക്കൾ വന്നിട്ടോ. ഇവരാണെങ്കിൽ വീഡിയോ എടുക്കാൻ വിടുന്നില്ല, കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പിറകെ നടന്നു. എന്നാ കുറച്ച് നേരം പിള്ളേരപ്പനം കളിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നീ വരുന്നുണ്ടോ വീഡിയോ എടുക്കാൻ? ഞാൻ ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ്. അപ്പം നമ്മളെ കുഷ്യൻ്റെ പുറത്തുള്ള കവറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തുണി നിറച്ചിട്ടാണ് കുഷ്യൻ്റെ രൂപത്തിലേക്കാക്കി മാറ്റുന്നത്.
എൻ്റെ അമ്മ ഡ്രസ്സെല്ലാം അടിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന തുണിയെല്ലാം കളയില്ല കേട്ടോ, എല്ലാം ഇങ്ങനെ ചാക്കിലെടുത്ത് വെക്കും. ഇപ്പം തന്നെ ഏകദേശം ഒരു 4 ചാക്ക് തുണിയുണ്ട് വീട്ടിൽ. നമ്മൾ അടിയിൽ കുറച്ച് കട്ടിയുള്ള തുണിയാട്ടോ വെക്കുന്നത്. തുണി എടുത്തിടാൻ പിന്നെ 2 ആൾ വേണം, അപ്പോൾ പെട്ടെന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടെ സഹായിക്കാൻ പോയി. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ എല്ലാം ചെറിയ ചെറിയ പീസ് തുണിയാണ്, ഇതെല്ലാം ഓരോ ഡ്രസ്സ് അടിച്ചതിൻ്റെ എല്ലാം ബാക്കിയുള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളിങ്ങനെ ഡ്രസ്സൊക്കെ അടിക്കുന്നവരാണെങ്കിൽ ഇതെല്ലാം സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഫൈനലി നമ്മുടെ കുഷ്യൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഷ്യൻ കണ്ടപ്പോഴത്തേക്കും പിള്ളേരെല്ലാം ഓടി വന്നിട്ടോ, പിന്നെ അടിയായിരുന്നു, എനിക്കിരിക്കണം നീ മാറ് എനിക്കിരിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. പിള്ളേർക്കല്ല ഇത് നല്ലോണം ഇഷ്ടമായി. എന്നിട്ട് അമ്മേനോട് ചോദിച്ചു, എനിക്ക് ഇത് വീട്ടിലേക്ക് വേണം വല്യമ്മ, എനിക്കും കൂടെ ഉണ്ടാക്കി തരുമോ. ടൈലറിംഗ് മെഷീനൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കുഷ്യനാണ് കേട്ടോ ഇത്. പലാസ പാൻ്റാണ് ഈ 2 കുഷ്യൻ്റെ കവറായിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിൻ്റെ ഒരു വശം നമ്മൾ ഉള്ളിൽ നിന്നും കെട്ടിയിടണം, അപ്പോൾ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേസ്റ്റ് തുണിയെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മറ്റേ വശം ഞാനൊരു ചരട് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. ഡ്രസ്സ് അടിച്ചതിൻ്റെ ബാക്കി വെൽവെറ്റ് തുണി വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ കവർ ഉണ്ടാക്കിയത്. ഇതിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടൈലറിംഗ് മെഷീനൊന്നും ഇല്ലാത്തവരൊന്നും വിഷമിക്കണ്ട, ഇത് നമുക്ക് മെഷീൻ ഇല്ലാണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കുഷ്യനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.